ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. രാവിലെ നട തുറന്ന് മണിക്കൂറുകൾക്കകം 20,000-നടുത്ത് തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. വിവിധയിടങ്ങളിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കാൻ ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രത്യേക യോഗമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശബരിമലയിൽ നിന്നും KV ശ്യാമപ്രസാദ് കൂടി ചേരുകയാണ്. ശ്യാമ, ഇന്നിപ്പോൾ രാവിലെ നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാനനപാത കൂടി തുറന്നതോടുകൂടി നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ മാറി നിൽക്കുന്നതിനാൽ അത്തരത്തിലുള്ള ഒരു സുഗമമായ ദർശനം കൂടി നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലത്തെ വിവരങ്ങൾ എങ്ങനെയാണ് സന്നിധാനത്ത് നിന്നും പങ്കുവയ്ക്കാനുള്ളത് ശ്യാം? ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രം തന്നെയാണ്. രാവിലെ തന്നെ ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും കൂടുതൽ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നത്. ഞാൻ നിൽക്കുന്നത് 18ാം പടിക്ക് മുകളിലാണ്, കൊടിമരച്ചുവട്ടിലാണ്. ഈ ഭാഗത്ത് 18ാം പടി കയറി വരുന്ന തീർത്ഥാടകരുടെ എണ്ണം മണിക്കൂറിൽ കൂടി വരികയാണ്. 3500-നും 4000-നും ഇടയിൽ തീർത്ഥാടകരാണ് മണിക്കൂറിൽ 18ാം പടി ചവിട്ടി ദർശനത്തിനായി എത്തുന്നത്. എന്തായാലും വിപുലമായൊരു ക്രമീകരണങ്ങളുടെ ആ ഒരു പ്രകൃതി ഇത് ഇവിടെ കാണാൻ കഴിയും. പ്രധാനമായും ഇന്നലെ മാത്രം 70,000-ലധികം തീർത്ഥാടകരാണ് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതികൂലമായൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. ആ കാലാവസ്ഥയെല്ലാം തന്നെ ഇന്നലെയോടുകൂടി തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർത്ഥാടകരെല്ലാം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്ന് രാവിലെ 7 മണി പിന്നിടുമ്പോൾ തന്നെ പോലീസിൻ്റെ കണക്കുകൾ പ്രകാരം 20,000-ലധികം തീർത്ഥാടകരാണ് മലചവിട്ടി ദർശനം നടത്തിയിരിക്കുന്നത്. ഇത് ഇനി ഉച്ചയോടടുക്കുമ്പോഴേക്കും 20,000 എന്ന് പറയുന്നത് 30,000-ന് മുകളിലെത്തും. ഈ കാനനപാത കൂടി തുറന്നതോടുകൂടി തന്നെ കൂടുതൽ തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് തന്നെയുണ്ട്. സത്രമുഖി പാതയും എരുമേലി കാനനപാതയും തുറന്നതോടുകൂടി തന്നെയാണ് തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസകരമായി തന്നെ മാറുകയുമാണ്. ഒപ്പം തന്നെ നാളെ ഈ ഡിസംബർ 6-നോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ളൊരു യോഗം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും NDRF-ൻ്റെയും RF-ൻ്റെയും എല്ലാം നേതൃത്വത്തിലെല്ലാം തന്നെ ചേർന്നിരുന്നു. ഈ ക്രമീകരണങ്ങൾ എവിടെയെല്ലാം തന്നെയാണ് കൂടുതൽ സേനയെ അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സിനെ വിന്യസിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചർച്ച ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയും ഇത് സംബന്ധിച്ചുള്ള മോക്ക് ഡ്രിൽ അടക്കമുള്ളവ ചിലപ്പോൾ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അരങ്ങേറാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ഒപ്പം തന്നെ തീർത്ഥാടക തിരക്കും കൂടി വരികയാണ്. ശരി ശ്യാം, രാവിലെയും നല്ല തിരക്കാണ് ശബരിമലയിൽ കാണാൻ കഴിയുന്നത്. വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്നും KV ശ്യാമപ്രസാദ് പങ്കുവച്ചത്.